ഇന്ത്യയെ കുറ്റം പറഞ്ഞില്ലെങ്കിൽ ഉറക്കം വരാത്തവരാണ് പാകിസ്ഥാൻ. എന്നാൽ ഇപ്പോൾ അമേരിക്കയുമായി ഉള്ള ഇന്ത്യയുടെ പുതിയ വ്യാപാര കരാർ കണ്ട് അന്തം വിട്ട് നമ്മളെ പുകഴ്ത്തുകയാണ് സാക്ഷാൽ പാകിസ്ഥാൻ തന്നെ. ഇന്ത്യയുടെ നയതന്ത്ര വിജയത്തിന് മുന്നിൽ പാകിസ്ഥാന്റെ വായടഞ്ഞു പോയ ഒരു നിമിഷമാണിത്. മുൻ PCB ചെയർമാൻ, പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് ചെയർമാനും മുതിർന്ന പാക് രാഷ്ട്രീയ നിരീക്ഷകനുമായിട്ടുള്ള നജാം സേത്തിയുടെ വാക്കുകളാണ് ഇപ്പോൾ വൈറലാകുന്നത്. ഇന്ത്യ ആരുടെയും ആജ്ഞ അനുസരിക്കില്ല, അവർക്ക് സ്വേച്ഛാധിപത്യം ഇഷ്ടമല്ല എന്നാണ് സേത്തി സ്വന്തം രാജ്യത്തെ ഓർമ്മിപ്പിക്കുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന് മുന്നിൽ നട്ടലിനുളയ്ക്കാതെ നിന്ന് പോരാടിയാണ് മോദി സർക്കാർ 50% ഉണ്ടായിരുന്ന തീരുവ 18% കുറച്ചെടുത്തതെന്ന് അദ്ദേഹം പാക് മാധ്യമങ്ങളോട് തുറന്നടിച്ചു. ഇവിടുത്തെ മാധ്യമങ്ങൾ ഇതൊക്കെ കേൾക്കുന്നുണ്ടായിരിക്കുമല്ലോ അല്ലേ. സ്വന്തം കർഷകരുടെ താല്പര്യം സംരക്ഷിച്ചുകൊണ്ട് ഇന്ത്യ നേടിയ ഈ വിജയം പാകിസ്ഥാൻ കണ്ടുപഠിക്കണമെന്നാണ് സേത്തിയുടെ പാക് ഭരണകൂടത്തിനുള്ള ഉപദേശം. ഇവിടെയാണ് പാകിസ്ഥാന്റെയും ഇന്ത്യയുടെയും നിലവാരത്തിലുള്ള വ്യത്യാസം നമ്മൾ കാണേണ്ടത്. ഇന്ത്യ തല ഉയർത്തി നിന്ന് ഡീൽ ഉറപ്പിച്ചപ്പോൾ പാകിസ്ഥാൻ ചെയ്തത് എന്താണ്? പാക് പ്രധാനമന്ത്രിയും സൈനിക മേധാവിയും വൈറ്റ് ഹൗസിൽ പോയി ട്രംപിനൊപ്പം ഡിന്നർ കഴിച്ചു. സ്വന്തം ജനതയെ കൊലയ്ക്ക് കൊടുത്തുകൊണ്ട് ബലൂചിസ്ഥാനിലെ അപൂർവ ധാതുക്കൾ നൽകാമെന്ന് ട്രംപിന് വാക്ക് നൽകി. പോരാട്ടത്തിന് ട്രംപിന് സമാധാനത്തിന്റെ ഉള്ള നോബലിന് വരെ ശുപാർശയും ചെയ്തു. എന്നിട്ടും ഫലമോ? ഇന്ത്യയേക്കാൾ കൂടിയ തീരുവ 19% പാകിസ്ഥാന്റെ തലയിൽ കെട്ടിവെച്ചു കൊടുത്തു ട്രംപിനെ വിശ്വസിക്കരുതെന്ന വലിയൊരു മുന്നറിയിപ്പും സേത്തി പാക് ഭരണകൂടത്തിന് നൽകുന്നുണ്ട്. കലാപഭൂമിയായിട്ടുള്ള ബലൂചിസ്ഥാനിലെ ധാതുക്കൾ നൽകാമെന്നാണ് പാകിസ്ഥാൻ ട്രംപിന് വാക്ക് കൊടുത്തിരിക്കുന്നത്. സ്വന്തം നാട്ടിൽ സമാധാനം ഉണ്ടാക്കാൻ കഴിയാത്തവർ എങ്ങനെ വാക്ക് പാലിക്കും? ആ വാക്ക് തെറ്റിച്ചാൽ ട്രംപ് പാകിസ്ഥാനെ എന്ത് ചെയ്യുമെന്ന് കണ്ടു തന്നെ അറിയണമെന്നാണ് അദ്ദേഹത്തിൻ്റെ പരിഹാസം. ചുരുക്കത്തിൽ, നട്ടല് നിവർത്തി നിന്നാൽ അമേരിക്കയും വഴങ്ങും എന്ന് ഇന്ത്യ ലോകത്തിന് കാണിച്ചു കൊടുത്തു. എന്നാൽ അമിതമായി സോപ്പിടാൻ നിന്നാൽ ഉള്ളതുകൂടി പോകുമെന്ന് പാഠമാണ് പാകിസ്ഥാൻ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.